പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ്. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്, അമ്പലത്തിൽ പോയ വിശേഷങ്ങളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇപ്പം സമയം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നും രാവിലെ അല്ലേ നിങ്ങളെ കാണിക്കുന്നത് മുറ്റവും ചെടികളും ഒക്കെ. ഇന്നിപ്പോൾ അതേ വൈകുന്നേരം ആയിട്ടുണ്ട്. ചെടിക്ക് ഇനി വെള്ളമൊക്കെ ഒഴിക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ മോളെ ഏൽപ്പിച്ചേക്കുവാണ്, വിളക്ക് കത്തിക്കുന്നതും എല്ലാം. ഞാനും അമ്മയും കൂടി അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. മുറ്റത്തൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വണ്ടികൾ പോകുന്നുണ്ട്. എല്ലാവരും വെയിൽ കാരണം പുറത്തുനിന്ന് ഇറങ്ങുന്നത് കുറവാണേ. അങ്ങനെ ഓട്ടോ വന്നു. പിന്നെ ഞങ്ങളിതേ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അവിടെ തോറ്റമ്പാട്ട് നടക്കുവാണേ. ഏകദേശം ഇപ്പോൾ തീരാറായി. പക്ഷെ നമ്മൾ പോയ സ്ഥലത്ത് പാട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്പലത്തിൽ കയറി അകത്ത് കയറി തൊഴുതു. പുറത്തിറങ്ങിയപ്പം നല്ല ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കുടിച്ചു. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ കുറച്ച് സമയം കുളത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അല തല്ലി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മേളിൽ ചെറിയൊരു ഓളം പോലെ കാണുന്നില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടിയും മാവേലി സ്റ്റോറിൽ പോകണമായിരുന്നു. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 6:45 7 മണിയൊക്കെ ആവാറായിട്ടുണ്ടേ. പിന്നെ വീട്ടിലെത്തി അപ്പം കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇത് മോള് എടുത്തൊരു വീഡിയോ ആണ്. പൂച്ചയുണ്ടല്ലോ നമ്മുടെ കുഞ്ഞനെ, ദേ ഇതിൻ്റെ മണ്ട വരെ കയറി തുടങ്ങി. അപ്പം ഇവളുടെ കുറേ ഷോർട്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവളുടെ കുസൃതിയൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ ഇച്ചിരി കുസൃതി കൂടുതലാണ്. പിന്നെ ഞാൻ അച്ചാറിടാനായിട്ട് അടുക്കളയിലോട്ട് കയറി. ഒരു 3-4 ദിവസമായിട്ട് നാരങ്ങയൊക്കെ ഉപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടിയതിന് ശേഷം ഉപ്പ് പുരട്ടി ഒരു ഗ്ലാസ് ജാറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചീനിച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു നുള്ളു ഉലുവയും ചേർത്ത് കൊടുത്തു. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളകൊന്നുമില്ല. അങ്ങനെ അതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നില്ല, കാരണം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ. അത് കുറച്ച് താഴോട്ട് പോകുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്തു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്തു. ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുപ്പിക്കകത്ത് എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഫുള്ള് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ രീതിയിൽ നമ്മൾ അച്ചാറിടണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പ് കാണത്തില്ല. കാരണം നാരങ്ങയൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ ഈന്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പം ഈ ഒരു നാരങ്ങ അച്ചാറിന് നമ്മൾ വിനാഗിരിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ലാസ്റ്റ് ഇതേപോലെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുവാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഗ്ലാസ് ജാറിലാക്കി വെക്കുകയും. ഇനി രാത്രിയിലത്തേക്ക് ദോശയും ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും പഴുത്ത പച്ചമുളകും ഒരിച്ചിരി വറ്റൽമുളകിൻ്റെ പൊടിയും തേങ്ങയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കലക്കിയതിന് ശേഷം ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ താളിച്ച് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നമ്മുടെ കിടിലം ചമ്മന്തി റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ രാത്രി എന്നും ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലി അതുപോലെ കാപ്പിയാണ് കേട്ടോ. ചോറ് അങ്ങനെ കഴിക്കുന്നത് കുറവാണ്, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. പിന്നെ കഞ്ഞിയാണെങ്കിലും ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പുതിയതായിട്ട് മേടിച്ച ദോശക്കല്ലാണ് കേട്ടോ. എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആ ദോശക്കല്ല് ഒത്തിരി പഴകിയതാണേ. അങ്ങനെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, വലിയൊരു ദോശക്കല്ല് മേടിക്കണം, മസാല ദോശയും ഒണിയൻ ഊത്തപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള. അങ്ങനെ അതൊക്കെ മേടിച്ചു, നന്നായിട്ട് മയക്കിയെടുത്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു, കാരണം പെട്ടെന്ന് തന്നെ അത് സീസൺ ചെയ്ത് വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇതിൻ്റെ ബാക്കി കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു തട്ടുദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു കുഞ്ഞു വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് വരണം. മാർച്ച് ആകുമ്പം 1 വർഷം ആവാനായിട്ടിരിക്കുവാണ്. 1 വർഷത്തിനുള്ളിൽ ചാനൽ മോണിറ്റൈസ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വാച്ച് അവറൊക്കെ കട്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.